രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ. മറന്നു ഇന്നലെ പറഞ്ഞത്. ഗോവിന്ദ നാമ സങ്കീർത്തനം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. 7 ദിവസം പോരാ, 7 ദിവസമെങ്കിലും ഇത് ജപിക്കണം. ഭാഗവതം മാഹാത്മ്യം നമ്മൾ ഇന്നലെ കേട്ടു. മാഹാത്മ്യത്തിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ശ്രദ്ധയോടുകൂടി വേണം ഭാഗവതം കേൾക്കാൻ. അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം. എങ്ങനെ കേൾക്കണം എന്നുള്ളതാണ് ഇന്നലെ വർണ്ണിച്ചത്. ശ്രോതാക്കളെ പറ്റിയൊക്കെ സ്കന്ദപുരാണമൊക്കെ വർണ്ണിക്കും. പലതരത്തിലാണ് ശ്രോതാക്കൾ എന്നാണ്. നമ്മളെങ്ങനെയാവണം? ഹംസത്തെ പോലെ ആവണം എന്നാ പറയുക. പക്ഷെ ലോകത്ത് അധികവും ശ്രോതാക്കൾ ഒട്ടകത്തെ പോലെ ഉണ്ടാവാന്നാണ്. ഒട്ടകം അധമ ശ്രോതാവാണ്. ജനങ്ങൾ കുറെ ഉണ്ടാവും, വേദിയിലൊക്കെ കേൾക്കാനിരിക്കുന്നുണ്ടാവും. പക്ഷെ അവരിയ്ക്കണത് ശ്രദ്ധിച്ചുകൊണ്ടൊന്നും ആവില്ല. അങ്ങനെയായിട്ട് കാര്യമില്ല. അതാ പറയണത്. ഒട്ടകത്തിന് നല്ല ചെടി ഉണ്ടെങ്കിലും മുൾച്ചെടിയാണ് ഇഷ്ടം. അത് കഴിക്കുക മുൾച്ചെടിയാണ്. അത് കഴിച്ചാൽ അതിന്റെ ചുണ്ട് മുറിയും, കവിള് മുറിയും. എന്നിട്ട് ആ ചോര അത് കുടിക്കും. അത് വിചാരിക്കും മുള്ളിന്റെ സ്വാദാണ്. മുൾച്ചെടിയാണ് അതിനിഷ്ടം എന്ന് പറഞ്ഞാൽ താല്പര്യം. ചില ശ്രോതാക്കൾ അങ്ങനെയാണ്. ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഭാഗവത തത്വാർത്ഥമല്ല ശ്രദ്ധിക്കുക. അത് ഉള്ളിലെത്തി തനിക്ക് എന്ത് മാറ്റം ഉണ്ടാവും എന്നല്ല നോക്കുക. അവിടെയുള്ള കുറ്റും കുറവും മാത്രം കണ്ടുപിടിക്കുക. അങ്ങനെ ആവരുത്. ശ്രോതാവുമ്പോൾ എങ്ങനെ വേണം? ഇതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം? എന്റെ ഹൃദയം ശുദ്ധാവുമോ? ഇത് മാത്രമേ ചിന്തിക്കാവൂ. ഒട്ടകത്തെ പോലെ ആവരുത്. കുറ്റം കണ്ടെത്താൻ നോക്കണ്ട. ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും. പറയുന്ന സമയത്ത് ചിലപ്പോൾ അബദ്ധം പറ്റും. വ്യക്തികളല്ലേ, കുറെ പ്രശ്നങ്ങളുണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് പറയുന്ന സമയത്ത് വാക്ക് പദം മാറിപ്പോവാം, തെറ്റിപ്പോവാം, ഒക്കെ വിട്ടേക്കൂ. ആശയം മാത്രം എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഉത്തമ ശ്രോതാവ്. അങ്ങനെയാവണം. ആരെ പോലെ ആവരുത്? ഒട്ടകത്തെ പോലെ ആവരുത്. ഇനി അടുത്തത് തത്തയാണ്. തത്ത പറഞ്ഞാൽ അത് മധ്യമ ശ്രോതാവാണ്. തത്ത കേൾക്കും, എന്നിട്ടോ അതുപോലെ പറയും. പക്ഷെ അതുകൊണ്ടായോ ചിലതൊക്കെ കേൾക്കും, അതുപോലെ പറയാ. അതിന്റെ ഇപ്പൊ റെക്കോർഡ് ചെയ്യണില്ലേ? ഇതേപോലെ തന്നെ അത് പറയും. പക്ഷെ അതുകൊണ്ട് അനുഭൂതി ഇല്ല. ഉള്ളില് സമാധാനം, ശാന്തി ഉണ്ടാവണമെന്നില്ല. ചിലതൊക്കെ കേൾക്കും, തന്നെ ഇതേ പദങ്ങൾ അതുപോലെ പറയാനുള്ള ശേഷി ഉണ്ടാവും. അത് ചെവിയിലൂടെ കേട്ടു, വായിലൂടെ പുറത്തേക്ക് പോയി, ഹൃദയത്തിലേക്ക് എത്തണില്ല. അങ്ങനെയാവരുത്. കാരണം അവർക്ക് പറയാൻ പറ്റും, മറ്റുള്ളവരെ വിമിപ്പിക്കാൻ പറ്റും എന്നല്ലാതെ ഹൃദയത്തിൽ എന്തില്ല? ശാന്തി, തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയും അല്ല ആവേണ്ടത്. പിന്നെ ആരെ പോലെ ആവണം? ഹംസത്തെ പോലെ. ഹംസത്തിന്റെ പ്രത്യേകത, അരയന്നത്തിന് പാലും വെള്ളവും ഒരുമിച്ച് കൊടുത്താൽ അത് പാല് മാത്രം കുടിച്ചങ്ങോട്ട് പോകും. വെള്ളം അവിടെ ബാക്കി ഉണ്ടാവും. ഇതുപോലെയാവണം. നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുക. നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന വിഷയം മാത്രം ഉള്ളിലേക്ക് എത്തിക്കുക. അതിനുള്ള ബുദ്ധിയാണ് ആര് തന്നത്? അതാണ് മനുഷ്യനുള്ളത്. വിവേചിച്ചറിയാനുള്ള ശേഷി. പക്ഷെ നമ്മൾ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പോ വെള്ളവും പാലും കൂട്ടി വെച്ചാൽ നമ്മൾ കുടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പാല് ബാക്കി ഉണ്ടാവും. വെള്ളം മാത്രം കുടിച്ച് അങ്ങനെയാവരുത്. അതിനാണ് ഭഗവാൻ വിശേഷ ബുദ്ധി തന്നത്. ആവശ്യമുള്ളത് മാത്രം, വേണ്ടാത്തതൊന്നും ഉള്ളിലെടുത്ത് വെക്കേണ്ട. വിള മാത്രം മതി, കള വേണ്ട. പക്ഷെ നമ്മുടെ പ്രശ്നം ഒക്കെ അകത്ത് വന്നു പോകണം. വിചാരിക്കാത്തതും അകത്തെത്തുന്നു. അത് കാരണം പിന്നീട് പ്രയാസം ഉണ്ടാവുന്നു. വേണ്ടാത്തത് അകത്തെത്തിയ ദഹനക്കേട് വരും. അപ്പൊ മനസ്സിന് ദഹനക്കേട് വന്നിട്ടാണ് ഇപ്പൊ നമ്മളൊന്ന് നേരെയാക്കുകയാണ്. അതാണ് 7 ദിവസം മനസ്സൊന്ന് ശുദ്ധാക്കി ഇനി കരുതണം, ഇനി വരാതെ നോക്കണം. അതാണ് ഭാഗവതം. ആ വിചാരത്തോടു കൂടിയാണ് കേൾക്കേണ്ടതെന്നാണ് ഇപ്പം ഇന്നലെ പല കഥകളിലൂടെ പറഞ്ഞതിന്റെ സാരം. ശ്രദ്ധിച്ചു വേണം ഭാഗവതം കേൾക്കാൻ. മറ്റു വിഷയങ്ങളൊന്നും ഇനി കുറച്ചു നേരത്തേക്ക് ശ്രദ്ധിക്കേണ്ട. ഇത് മാത്രം. ഭാഗവതം ആരംഭിക്കുകയാണ്. 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിന്. എത്ര സ്കന്ധങ്ങളാ? 12 സ്കന്ധങ്ങളാണ്. 335 അധ്യായങ്ങളാണ്. എത്ര അധ്യായങ്ങൾ? 335 അധ്യായങ്ങൾ. എത്ര ഗ്രന്ഥങ്ങളുണ്ട്? ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ എന്ന് കൂട്ടുക. ദേശം വ്യത്യാസം കിട്ടും. എന്നാലും ശ്ലോകങ്ങൾ എന്ന് കണക്കാക്കിയാൽ 18,000 ശ്ലോകങ്ങളാണെന്നാ പറയുക. എത്രയാ? 18,000 ഗ്രന്ഥങ്ങൾ. അങ്ങനെയുള്ള വലിയൊരു പുരാണമാണ് ഈ ഭാഗവതം. ഇത് കേവലം ഒരു പുസ്തകമല്ല, അങ്ങനെ കാണരുത്. പുസ്തകം എന്നങ്ങോട്ട് പറയുമ്പോൾ കുറഞ്ഞുപോയി. പക്ഷെ എങ്ങനെയാ പറയുക? നമ്മൾ രാവിലെ ചൊല്ലി, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഇത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ്, ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവം മാറി. പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുസ്തകം, ഭാഗവതം എന്ന് പറയുമ്പോഴോ അത് കൃഷ്ണൻ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നിലത്ത് വെക്കാൻ മടിക്കും. നമ്മൾ പട്ട് പൊതിഞ്ഞു കൊണ്ട് നടക്കും. അത് ഭഗവാൻ തന്നെയാണ്. ഭാവം മാറും. അത് ടെക്സ്റ്റ് ബുക്ക്, ഒരു പുസ്തകം, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല, അത്ര കുറയ്ക്കേണ്ട. ഇത് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഇത് ഭഗവാൻ തന്നെയാണ്. ഇതിൽ ഓരോ വരികളും അത് ഭഗവാന്റെ അംഗങ്ങളാണ്. ആ വിചാരം ഉണ്ടാകുമ്പോഴാണ് ഇത് വേണ്ടതുപോലെ ഉള്ളിൽ തെളിയുള്ളൂ. അങ്ങനെയുള്ള ആ ഭാഗവത്തിലെ 1-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ഭാഗവത ഗ്രന്ഥത്തിൽ ആദ്യമൊക്കെ മാഹാത്മ്യം ഉണ്ടാവുക.
6 അധ്യായം മാഹാത്മ്യമാണ്. അത് പത്മപുരാണത്തിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആണ് ആരംഭിക്കുന്നത് ഭാഗവതം. ജന്മാദ്യസ്യതഃ ഇങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഒട്ടുമിക്ക പുരാണങ്ങളും ആരംഭിക്കുക ഇഷ്ടദേവതയെ ധ്യാനിച്ചും കൊണ്ടാണ്. അങ്ങനെയാണ് ഒരു സമ്പ്രദായം. അത് നമ്മുടെ ഒരു രീതിയാണ്. നിർവിഘ്ന പരിസമാപ്തിക്കായിക്കൊണ്ട് ഒരു വിഘ്നവും ഇല്ലാണ്ട് ഭംഗിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ അഹന്ത ഉണ്ടെങ്കിൽ നടക്കില്ല. ആ അഹന്ത പോവാൻ, ഒരു വിനയം ഉണ്ടാവാൻ ആണ് നമ്മൾ ആരെ വന്ദിക്കുന്നത്? ഈശ്വരനെ വന്ദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അഹന്ത ഉള്ളവരെ ഇഷ്ടം തോന്നുന്നു. ഇതൊക്കെ ഞാനാട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? ആയിരിക്കും അയാളുടെ നിയമവും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ശരിയല്ല. ആ ഭാവം വേണ്ട. നമ്മൾ കാരണം അല്ലതൊന്നും, നമ്മളിവിടെ അല്ലെങ്കിൽ ഒന്നും കൂടി ഭംഗിയിൽ നടക്കും എന്നേ വിചാരിക്കാവൂ. ഞാനുള്ളതുകൊണ്ടൊന്നല്ല, ഞാനില്ലെങ്കിൽ ഒന്നുകൂടി ഭംഗിയിൽ നടക്കും, അത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് വിനയം സൂചിപ്പിക്കാൻ ഭഗവാനെ വന്ദിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. വിഘ്നമൊന്നും ഇല്ലാണ്ട് വൃത്തിയിലെ ഈ കാര്യം ഭഗവാനെ അങ്ങ് നടത്തി തരണേ എന്നുള്ള സങ്കല്പത്തിലാണ് അത്. അതുപോലെ ഭാഗവതവും നിർവിഘ്ന പരിസമാപ്തിക്കായിക്കൊണ്ട് നാന്ദി ശ്ലോകം, തുടക്കത്തിലൊരു ശ്ലോകമുണ്ട്. ശ്ലോകം എന്ന് പറഞ്ഞാൽ പോരാ, മഹാമന്ത്രം എന്ന് പറയും ആചാര്യന്മാര്. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ഒരു ഒറ്റ ശ്ലോകെ പഠിക്കേണ്ടതാണ്. ഇത് മനസ്സിലായിച്ച ഇനിയിപ്പോഴുള്ള പ്രഭാഷണം കേൾക്കണമെന്നില്ല. ഇത് കഴിഞ്ഞാൽ എണീറ്റ് പോവാ. എത്രയായാലും മനസ്സിലായിച്ചാൽ എണീറ്റ് പോവാ. മനസ്സിലായില്ലെങ്കിൽ ഇത് ബാക്കി അത്രേ വേണ്ടു. കാരണം കാര്യം പറഞ്ഞു കഴിയും. നല്ല ഗ്രന്ഥാകുമ്പോൾ അങ്ങനെയാണ്. ആദ്യം തന്നെ കാര്യം ഇങ്ങോട്ട് പറയും, തെളിച്ചു പറയും, വിഷയം കൃത്യമായിട്ട് പറയും. പിന്നെന്ത് ചെയ്യാണ്? അത് വിശദീകരിക്കുകയാണ്. നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഓരോരോ കഥകള്, ഉപമകള്, അങ്ങനെ കാര്യം അവതരിപ്പിക്കുകയാണ്. തുടക്കത്തിൽ ഈ ഒരു ശ്ലോകത്തിൽ കൃത്യമായിട്ട് കാര്യം പറയുകയാണ്. എന്താ പറയണത് നോക്കാം. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യ യതഃ എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താ ഗുണച്ചാൽ നമ്മുടെ ഉള്ളിൽ പതിയും. അത് വലിയ മനസ്സിൽ പറയാനും മതി. ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ രീതി അങ്ങനെയാണ്. സ്കൂൾ പഠിപ്പിച്ച് ശീലമായിട്ട് എന്ത് പറഞ്ഞാലും ഉടനെ എന്ത് വരും? അതിന് പിന്നാലെ ഒരു ചോദ്യം വന്നു പോവും. അത് മാറ്റാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഉത്തരം പറയാൻ നോക്കുക. പറഞ്ഞില്ല എണീപ്പിച്ച് നിർത്തുന്നില്ല, പേടിക്കണ്ട, അതൊന്നും ഉണ്ടാവില്ല. എന്നാലും പറഞ്ഞാൽ നമ്മളതിൽ ചേരും, നമ്മുടെ ഉള്ളിൽ ഒന്ന് ഉറയ്ക്കും, അതൊന്ന് വ്യക്തമാവും. അപ്പൊ അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. ജന്മാദ്യസ്യ യതഃ ആരംഭിക്കുന്നത് അങ്ങനെയാ ഭാഗവതം. ഇങ്ങനെയാണ് ജന്മാദ്യസ്യ യതഃ. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? അർത്ഥം പറയുന്നതിന് മുമ്പ് ഇത് വേറൊരിക്കലും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പം കുറെ സപ്താഹം നടക്കുമ്പം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന് ഭഗവത്ഗീത. എന്താണ്? ഇപ്പം വേദമൊന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാരല്ല. എന്ത് പഠിക്കുക? ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലഭകണികാപീത സകൃതപിയേന മുരാരി സമർച്ച കുരുതേ തസ്യമേന ന ചർച്ച. ഭഗവത്ഗീത വായിക്കുക, ഗംഗാജലം ഒന്ന് അകത്തെത്തുക, ഭഗവാന്റെ നാമം ഒന്ന് സപ്താഹവിധിയിൽ വെച്ചൊന്ന് ജപിക്കുക മതി. അങ്ങനെയുള്ളവരെ പറ്റി യമൻ ചർച്ച തന്നെ ചെയ്യില്ല എന്നാണ്. അപ്പൊ വളരെ പ്രധാനമാണ് ഗീത. ഉപനിഷത്ത് സാരമാണ് ഗീത. അപ്പൊ ഗീത. അടുത്തത് 10 ഉപനിഷത്തുകൾ. കുറെ ഉപനിഷത്തുകളുണ്ട്, എന്നാലും 10 എണ്ണം പ്രധാനമാണ്. ഈശാവാസ്യം, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ഐതരയോപനിഷത്ത്, അങ്ങനെ കുറച്ചുണ്ട്. 10 ഉപനിഷത്തുകൾക്ക് ശങ്കരാചാര്യര് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഉപനിഷത്തും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 10 എണ്ണെങ്കിലും പഠിക്കണം. അധികമൊന്നും ചെറുതാ. ഉപനിഷത്തൊക്കെ വലിയ വലുപ്പമുണ്ടെന്ന് വിചാരിക്കണ്ട. ആശയമൊക്കെ വലുതാണെങ്കിലും ചെറിയ ഗ്രന്ഥമാണ്. അപ്പൊ അങ്ങനെ 10 ഉപനിഷത്തുകൾ, ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടം, മാണ്ഡൂക്യം, തിത്തിരി, ഐതരേയം, ഛാന്തോക്യം, ബൃഹദാരണ്യകം, ഇങ്ങനെ കുറച്ച് ഉപനിഷത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതുകൊണ്ട് പറയാം. അപ്പൊ ഒന്ന് ഗീത, 2 10 ഉപനിഷത്തുകൾ, മൂന്നാമത്തൊന്ന് ബ്രഹ്മസൂത്രം. എന്താണ്? ബ്രഹ്മസൂത്രം. വ്യാസർ എഴുതിയത് തന്നെയാണ് ബ്രഹ്മസൂത്രം. ഈ 3 ഗ്രന്ഥങ്ങൾ, ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ ആ 3 കൂടി ഒരുമിച്ചൊരു പേര് പറയും, പ്രസ്ഥാനത്രയം. എന്താ പറയാ? പ്രസ്ഥാനത്രയം. 3 എന്നുള്ളതുകൊണ്ടാണ് ത്രയം. ഈ 3 പഠിച്ചാൽ ജീവിതത്തിൽ ഒരാൾ ദുഃഖിക്കില്ല. എന്താണ്? പഠിക്കുക പറഞ്ഞാൽ കമ്പ് വായിക്കലല്ല. അതിൽ ആശയം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിതത്തിൽ ദുഃഖിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആത്മനിഷ്ഠ കൈവരിക്കാൻ, ചങ്കൂറ്റുണ്ടാവാൻ, ധൈര്യം ഉണ്ടാവാൻ, ഭയമില്ലാണ്ട് മുന്നോട്ട് പോകാൻ, ഒന്നിനും പേടില്ല. മരണത്തെ പേടില്ല, രോഗത്തെ പേടില്ല, ലോകത്തെ പേടില്ല, ഒന്നിനും പേടില്ലാണ്ട് നടക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ പഠിക്കണം എന്നാണ്. അധികം സന്യസിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചാരികളൊക്കെ സന്യസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഈ 3 കാര്യമായിട്ട് പഠിപ്പിക്കുക. ഒന്ന് ഗീത, 10 ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം. ഇതാണ് കാര്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ 3 പഠിച്ചു കഴിഞ്ഞാൽ ജന്മം സഫലായി, ഒന്നും പേടിക്കാനില്ല. അതിലെ ഗീത നമ്മൾ കേട്ടിട്ടുണ്ട്.
കുറേശ്ശൊക്കെ അവിടെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉപനിഷത്തു നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശം കേനം കടം എന്നൊക്കെ കുറേശ്ശൊക്കെ കേട്ടിട്ടുണ്ട്. ബ്രഹ്മസൂത്രം അങ്ങനെയൊന്നും അങ്ങനെ കേട്ടോളന്നില്ല. ബ്രഹ്മസൂത്രമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കട്ടിയുള്ളത്. അത് പഠിച്ച് മനസ്സിലാക്കൽ പ്രയാസമാണ്. അതിൽ വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ്. ആ ബ്രഹ്മസൂത്രത്തിൽ ഒന്നാമത്തെ സൂത്രം അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ്. എന്താണ് ഒന്നാമത്തെ സൂത്രം? അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി നമുക്ക് ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കാം. ഇതുവരെയും പല വിഷയങ്ങളുടെയും പിന്നാലെ പോയല്ലോ. എന്നിട്ട് ദുഃഖം അല്ലേ അനുഭവിച്ചത്? സുഖാവണമെന്ന് മോഹമുണ്ടോ? എന്നാ ഇനി നമുക്ക് ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കാം. അതാണ് ഒന്നാമത്തെ സൂത്രം. അത് ആമുഖാണ്. ഇന്നലെ പറഞ്ഞ പോലെ മാഹാത്മ്യം പോലെയാണ്. ഇനി നമുക്ക് ഭാഗവതം കേൾക്കാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതുവരെ എന്തൊക്കെയോ കേട്ടു, പലതിന്റെയും പിന്നാലെ ഓടി, സമാധാനം ഒട്ടുമില്ല എന്ന് അറിഞ്ഞവരെ ഇനി നമുക്ക് ഭാഗവതം അവരെ കേൾക്കണ്ടോ? ഇപ്പോഴുള്ള തന്നെ സുഖം എന്ന് പറഞ്ഞ് ഓടുന്ന ആളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അവരറിയട്ടെ, കുറച്ചു കാലം ഓടിയിട്ട് അതുകൊണ്ട് സുഖാവില്ല എന്ന് അറിയുമ്പം വന്നിരിക്കും. അപ്പോഴിത് കേൾക്കാൻ സാധിക്കുള്ളൂ. കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? വെള്ളം അങ്ങനെ ഒഴിക്കും. നമ്മൾ പറയാൻ മെനക്കെടുന്നല്ലാതെ അത് ആദ്യം ഒന്ന് നേരെ വെക്കണം, എന്നിട്ട് ഒഴിച്ചാലേ നിൽക്കുള്ളൂ വെള്ളം. ഇതുപോലെ മറ്റു പലതിനെ കൊണ്ടും തനിക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ള ചിന്ത ഉള്ളവർ ഭാഗവതം കേട്ടാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, കുടുങ്ങിപ്പോയി, ഇവിടെ പെട്ടുപോയി, അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, അങ്ങോട്ട് പോകാൻ നല്ലത്. ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നോണ്ട് എന്ത് പറ്റില്ല, ഇത് കേൾക്കാൻ സാധിക്കില്ല. അങ്ങോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇത് കേട്ടാൽ മാത്രമേ സമാധാനമാവുള്ളൂ എന്നുള്ള വിചാരം ഉണ്ടാവുമ്പോഴേ ഇത് ഭരിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ സൂത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കാം. അടുത്ത സൂത്രമാണ് വിഷയം. ജന്മാദ്യസ്യതഃ. എന്താണ്? കേട്ടില്ലേ? രണ്ടാമത്തെ സൂത്ര എവിടുത്തെ? ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യതഃ. അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്, ഭാഗവതം ആരംഭിക്കുന്നത്. അപ്പൊ ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം കൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് എങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം. ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞ വിഷയം തന്നെയാണ് ഈ ഭാഗവതത്തിലും പറയുന്നത്. ബ്രഹ്മസൂത്രം കുറച്ച് കട്ടിയ, സാധാരണ ഗൃഹസ്ഥന്മാർക്ക് പലതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കണം, നമുക്ക് അത് ഉൾക്കൊള്ളാൻ ലേശം പ്രയാസമാവുമെന്ന് കരുതി കാരുണ്യമൂർത്തിയായ വ്യാസര് തന്റെ ആ ബ്രഹ്മസൂത്രം ഒന്ന് ലളിതമാക്കി അവതരിപ്പിച്ചു. അതാണ് ഭാഗവതം എന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ അർത്ഥം എന്ന് പറയാം. ജന്മാദ്യസ്യ യതഃ, ജന്മ ആദി അസ്യ യതഃ. ഇതാണ് അതിന്റെ പദച്ഛേദം. ജന്മാദികൾ എവിടെ നിന്ന്? ഇതൊരു ചോദ്യം. എന്താണ് ജന്മാദികൾ എവിടെ നിന്ന്? എന്താ ഈ ജന്മാദികൾ? അല്ല, ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കല്ലോ, വളരുമല്ലോ, അല്ലേ? ജനിച്ചു എന്നുണ്ടാവും. സമയം ഇങ്ങനെ വർദ്ധിക്കാലം ഇങ്ങനെ കൂടുന്തോറും അല്ലെങ്കിൽ ദിവസം കഴിയുന്തോറും ആൾക്ക് മാറ്റം വരണില്ലേ? ഉണ്ടായ കുട്ടി ഇങ്ങനെ വളർന്ന് കുറച്ച് കഴിഞ്ഞാലോ ഒരു 10-24 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊടിമരം പോലെ വളരില്ല, പിന്നെ മാറ്റം സംഭവിക്കും. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ വളരുക? അല്ലല്ല, പിന്നെ ക്ഷീണിക്കുക, വളരില്ല. പിന്നെ വയ്യാണ്ടിയായി, മുട്ടുകാലിന്റെ വേദന, മുടി നരച്ചു, പല്ല് പോയി, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പറയും നമ്മൾ ആ ആളിപ്പം ഇല്ലിട്ട് പോയി. ഇത്രയുള്ള ചോദ്യം. ഇതെവിടേക്ക് പോയി? എവിടേക്ക് പോയി? എവിടുന്ന് വന്നു? എങ്ങനെ അതിങ്ങനെ വളർന്നു? അതാണ് ചോദ്യം. പുറമേ നിന്നും പോട്ടെ, നമ്മളെ കാര്യം എടുക്കുക. നമ്മൾ എങ്ങനെ ഇവിടെ ഉണ്ടായി, എങ്ങനെ വളരണു? ഇപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണില്ലേ? ഇല്ല പറയാൻ പറ്റുമോ? പക്ഷെ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞാലൊക്കെ അറിയണുള്ളൂ എന്ന് മാത്രം. പഴയ ഫോട്ടോ നോക്കുമ്പോൾ നമ്മളപ്പോഴേ അറിയണുള്ളൂ. അല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റം. ഇങ്ങനെ ഓരോ കോശങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മളെ നിയന്ത്രണത്തിലാണോ? അതാണ് ചോദ്യം. അല്ല എന്നുള്ളത് വ്യക്ത. എന്റെ നിയന്ത്രണത്തിലല്ല, ചിലത് മാത്രമേ എന്റെ നിയന്ത്രണത്തിലുള്ളൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതും അല്ല എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. അത്രയേ ഉള്ളൂ. കാരണം ഇതൊരു യന്ത്രം, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ശരീരം എന്ന് പറയണമെന്നേ ഉള്ളൂ. ശ്വാസം വലിക്കുന്നത് ഇപ്പൊ 3 വലിച്ചു രാവിലെ മുതൽ? വലിക്കേണ്ടത് തന്നെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഹാർട്ട് ഇല്ലേ, പിടിക്കണില്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും അതുറങ്ങിയില്ല. അതാരാ? അതാ ചോദ്യം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. ഇതൊരു ശക്തി കൊണ്ട് നടക്കുന്നുണ്ട്. ആ ശക്തിക്ക് എന്തോ പേര് വിളിച്ചോളൂ. അതിലാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. ആ ശക്തിയെ എനർജി എന്ന് വിളിക്കണോ, ആറ്റം എന്ന് വിളിക്കണോ, എന്ത് വേണേലും വിളിച്ചോളൂ. ഈശ്വരൻ എന്ന് വിളിച്ചാൽ നന്നായി. നമ്മളിപ്പോ അങ്ങനെ വിളിക്കാൻ പോകുന്നത് 7 ദിവസം ഭഗവാൻ. പക്ഷെ ഇവിടെ പറയാണ് ആ തൽക്കാലം ആ ശക്തിയെ ബ്രഹ്മ എന്ന് വിളിക്കുകയാണ്. എന്താണ് ബ്രഹ്മം? ഭാഗവതത്തിൽ ഇപ്പം വിളിക്കുന്നത് സത്യം പരം ധീമഹി. അത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. നമ്മൾ സത്യമല്ല,
എന്ന് പറഞ്ഞാൽ ഈ ശരീരം സത്യമല്ല, കാരണം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറുന്നത് സത്യമല്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറാത്തതാണ് സത്യം, അല്ലേ? ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതാ. കുറച്ചു മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. 3 വയസ്സുള്ളപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാണ്? കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മാറ്റം വരും. കുറച്ചു കഴിഞ്ഞ് ഈ ശരീരത്തെ കാണാതെയാവും. പക്ഷെ അപ്പോഴും എന്തുണ്ട്? ഇതിനൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു അടിസ്ഥാനം ഉണ്ട്, അതിന് മാറ്റമില്ല. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജന്മാദ്യസ്യതഃ. ഈ ജന്മാദികൾ എവിടെ നിന്ന്? ഒരു വിത്ത് അത് കുഴിച്ചിട്ടാൽ മുളയ്ക്കുന്നുണ്ടല്ലോ. എങ്ങനെ? നമ്മൾ സങ്കല്പിച്ചു മുളയ്ക്കട്ടെ. എന്ത്? ഒന്നുമില്ല. നമ്മൾ ആഹാരം കഴിച്ചാൽ ദഹിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിചാരിച്ചു ദഹിക്കട്ടെ. ഒന്നും അറിയണില്ല. കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പിന്നെ അങ്ങോട്ട് ദഹിക്കുന്നു. ഓരോന്നും നമ്മൾ കൃത്യം ഉറങ്ങിയ സമയം പറയാൻ പറ്റുമോ? ഉറങ്ങിയപ്പോഴാ കിടന്നത് പറയാം. 9:47 കിടന്നു. കിടന്നു എന്ന് പറഞ്ഞാൽ മതി. ഉറങ്ങിയത് എങ്ങനെയാ പറയാ? അതാരാ ചെയ്തത്? അതാ ചോദ്യം. അപ്പൊ ഒരു ശക്തിയുണ്ട്, അംഗീകരിക്കേണ്ട നിവൃത്തിയില്ല. ആ ശക്തിയുടെ മുകളിലാണ് നമ്മളൊക്കെ. മനുഷ്യനും മൃഗവും സസ്യവും എന്തൊക്കെ ഉണ്ടോ എല്ലാം ആ ശക്തിയുടെ മുകളിലാണ്. നമുക്ക് നമ്മളിൽ വലിയ നിയന്ത്രണമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതറിഞ്ഞാൽ തന്നെ അഹന്ത പോവും. എന്ത് പോവും? കഴിഞ്ഞു, ഫ്രീ ആയി. നമ്മൾ പെട്ടിയിട്ട് ട്രെയിനിൽ കയറി. വിവരമുള്ള ആളാച്ച എന്ത് ചെയ്യും? പെട്ടി ട്രെയിനിൽ വെക്കില്ലേ? വിവരമില്ലാത്തവരെന്ത് ചെയ്യും? പെട്ടി തലയിൽ വെക്കും. ഇത്രയുള്ള വ്യത്യാസം. തലയിൽ വെക്കുന്നവർക്ക് എന്തുണ്ടാവും? ക്ഷീണം ഉണ്ടാവും. പെട്ടി താഴത്ത് വെച്ചവർക്കോ സുഖമായിട്ടിരിക്കാം. രണ്ടുപേരും ട്രെയിനിലാണ് പോണത്. രണ്ടുപേരുടെ കയ്യിലും പെട്ടിയിട്ട് തലയിൽ വെക്കണോ ഇറക്കി വെക്കണോ നമുക്ക് തീരുമാനിക്കാം. സപ്താഹം കേൾക്കാൻ വന്നവരെന്ത് ചെയ്യാണ്? ഞങ്ങൾ ഇറക്കി വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ലോക വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്നവരോ തലയിൽ തന്നെ വെക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. താൻ പഠിപ്പിക്കേണ്ട. പെട്ടി എൻ്റെ പെട്ടിയാണ്, എവിടെ വെക്കണം ഞാൻ തീരുമാനിക്കും. ആയിക്കോട്ടെ, എന്നാ പിന്നെ ക്ഷീണിക്കാം, ദുഃഖം അനുഭവിക്കാം. എന്തായാലും ട്രെയിനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പെട്ടി കൊണ്ടുകൊണ്ട് നമ്മളെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ പെട്ടി താഴത്ത് വെക്കല്ലേ വിവരെല്ലാം ചെയ്യുക. ഇതുപോലെ മഹാശക്തി നമ്മളെങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മൾ ആരും ഇവിടെ ജനിക്കണം എന്ന് ജനിച്ചതല്ല. ആണോ? വിചാരിച്ചു തൃശ്ശൂരായിക്കോട്ടെ, ജനനേ തൃശ്ശൂരായിക്കോട്ടെ, എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, നല്ല തറവാട് അവിടെ ആയിക്കോട്ടെ, അച്ഛനും അമ്മയും ഇങ്ങനെ ആയിക്കോട്ടെ. വിചാരിച്ചു ഒന്നുമല്ല. നിറം ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. അല്ല, നിറം ഇങ്ങനെ ആയിക്കോട്ടെ, വെളുത്തിട്ടായിക്കോട്ടെ, കറുത്തിട്ടായിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ. ഒന്നുമല്ല. അതും തന്നെ മനസ്സിലായിക്കോട്ടെ. നമ്മുടെ കയ്യിലല്ല. മരിക്കണം എന്നുള്ളത് വിചാരിക്കണമെന്നില്ല. രോഗം വരണം എന്നാരെയും വിചാരിക്കുന്നു. വരുന്നില്ലേ? ഇനി എന്ത് ഉദാഹരണം വേണ്ടു? ആ പ്രപഞ്ച സത്യത്തെ പറ്റി ബോധിപ്പിക്കാൻ എന്താ വേണ്ടു? ഇതിലപ്പുറം എന്താ പറയണ്ടു? ഭാഗവതം തുടക്കം തന്നെ പറയാണ്, ജന്മാദ്യസ്യതഃ മതി. ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ പദം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യത്തിൽ നിന്നാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. ആ സത്യത്തിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അവിടേക്ക് തന്നെയാണ് ഇതൊക്കെ തിരിച്ചും പോകുന്നത്. ജന്മാദ്യസ്യതഃ. ഇനി ആ സത്യം ഉണ്ടെന്ന് തെളിയിക്കുകയാണ്. അതിനുള്ള വഴി പറഞ്ഞു തരാം. അന്വയാതിതരതഃ. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും അറിയാം. ഇതൊക്കെ ശാസ്ത്രഭാഷയാണ്. ഇത് പറയാണ്ട നിവൃത്തിയില്ല. എനിക്കറിയാം, രാവിലെ തന്നെ ആദ്യത്തെ പ്രഭാഷണം തന്നെ ഇങ്ങനെയുള്ള പ്രഭാഷണമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കെന്ത് തോന്നും? പെട്ടുപോയല്ലോ ഈശ്വര. ഇപ്പൊ തന്നെ ഇയാൾ ഇങ്ങനെ. ഇനി എന്തൊക്കെയായിരിക്കും? പേടിക്കണ്ട. ഈ ഒരൊറ്റ പ്രഭാഷണം എങ്ങനെ ഉണ്ടാവുള്ളൂ? ഇനിയുള്ളതൊക്കെ നാട്ടുവർത്തമാനായിട്ട് പോകും. പക്ഷെ ഈ ഒരു പ്രഭാഷണം ഇങ്ങനെ അല്ലെങ്കിൽ ശരിയാവില്ല. ഈ കാര്യം വ്യക്തമായിട്ട് ആദ്യ ഭാഗവതം പറയുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വന്നാൽ വ്യക്താവും. അന്വയാതിതരത. അന്വയാതിതരത. അന്വയം വ്യതിരേകം. ഈശ്വരനെ അറിയാനുള്ള വഴിയാണ്. ഇവിടെ ഈശ്വരൻ അറിയാനുള്ള വഴിയാണ് അന്വയം വ്യതിരേകം. അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച. എന്താണ് ചേർച്ച? വ്യതിരേകം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം, വിട്ടു നിൽക്കുക. ഒന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ വ്യക്താവും. എന്തിന്റെ ചേർച്ച കൊണ്ടാണോ ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രകാശിക്കുന്നത്? എന്തില്ലെങ്കിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കില്ല. അന്വയം എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിൽ ഇതുണ്ട്. വ്യതിരേകം എന്ന് പറഞ്ഞാൽ എന്തില്ലെങ്കിൽ ഇതില്ല. ഇതാണ് വ്യതിരേകം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഉരുളിയുണ്ട്, കൊണ്ടുവച്ചു. ഓടുണ്ടെങ്കിലേ ഉരുളിയുള്ളൂ. എന്താണ്? ഓടുണ്ടെങ്കിലേ ഉരുളിയുള്ളൂ. ഇതാണ് അന്വയം. ഓടില്ലെങ്കിൽ ഉരുളിയുണ്ടോ? ഓടങ്ങോട്ട് മാറ്റി അവിടുന്ന്, പിന്നെ ഉരുളിയുണ്ടോ? ഇല്ല. ഇതാണ് വ്യതിരേകം. ഈശ്വരൻ ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചമുള്ളൂ. ഇതാണ് അന്വയം. ഈശ്വരൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. ഇതാണ് വ്യതിരേകം. ഓരോന്നും നോക്കും. കടലും തിരമാലയും രണ്ട് നമ്മൾ കാണുന്നുണ്ട്. അത് വിവരമില്ലാത്തോണ്ട് കാണുക. നല്ലോണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. കടലേ ഉള്ളൂ. കടലങ്ങോട്ട് മാറ്റി തിരമാലുണ്ടോ? ഇല്ല. തിരമാല മാറ്റിയാലും എന്തുണ്ട്? തിരമാല അല്ലെങ്കിലും കടലുണ്ട്.
കടലില്ലെങ്കിൽ തിരമാലല്ല. ഇതാണ് അന്വയവും വ്യതിരേകവും. ഈ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാണപ്പെടും. ഇവിടെ മൈക്ക് ഉണ്ടെന്ന് പറയുന്നത് കറണ്ടുള്ളതുകൊണ്ട് തിരക്കെടുത്തില്ല, വൈദ്യുതി ഉള്ളത് കൊണ്ട് മൈക്ക് ഉണ്ടെന്ന് പറയാം. വൈദ്യുതി ഇല്ലെങ്കിൽ പിന്നെ മൈക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറയണതെങ്കിൽ ഉള്ളതാരാ? ഈശ്വരനാണ്. ഈശ്വരൻ ഉള്ളത് കൊണ്ട് ഞാനുണ്ട്. ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ല. ഞാനില്ലെങ്കിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. തിരമാല ഇല്ലെങ്കിലും കടലുണ്ട്. ഇതാണെന്ത്? അന്വയം വ്യതിരേകം. ഈ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒക്കെ ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഉള്ളത്. ആ സത്യം ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുന്നു. ആ സത്യം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇപ്പൊ ഈ കാണുന്നതൊക്കെ നാളെ ഇല്ലാണ്ടി അയക്കാം, എന്നാലും ആ സത്യത്തിന് ഒരു കുറവും ഒരു കാലത്തും സംഭവിക്കില്ല. ജന്മാദ്യസ്യതോന്വയാതിതരതഃ ച അർത്ഥേഷു അഭിജ്ഞഃ. അർത്ഥേഷു അഭിജ്ഞഃ. എല്ലാ വസ്തുക്കളിലും ഈ സത്യമുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗത്തിലും സസ്യത്തിലും വേണ്ട കല്ലിലും മണ്ണിലും ഒക്കെ ആരുണ്ട്? ഈ സത്യം ഇരിക്കുന്നു. അർത്ഥേഷു അഭിജ്ഞഃ. എങ്ങനെ ഇരിക്കുന്നു? നമ്മളെപ്പോലെ മിണ്ടുണ്ടാവില്ലിരിക്കും അല്ലേ? ഇപ്പൊ കസേര മിണ്ടണില്ലല്ലോ, അതിൽ ഈശ്വരല്ല പറയാൻ പറ്റുമോ? മിണ്ടാത്ത മനുഷ്യരില്ലേ, അതിൽ ഈശ്വരല്ല പറയാൻ പറ്റും? ഉറങ്ങണ ആളിൽ ഈശ്വരല്ല പറയാൻ പറ്റും? ബോധമില്ല പറയാൻ പറ്റും? ഉറങ്ങാതേ ഉള്ളൂ. ഉണരുമ്പോ അയാൾ പ്രവർത്തിക്കുന്നത് കാണാം. ജഡമായ വസ്തു എന്ന് നമ്മൾ പറയുന്നതിലും ആരുണ്ട്? ഉണ്മയുണ്ട്, ഈശ്വരനുണ്ട്. കല്ലിൽ ഈശ്വരൻ ഉറങ്ങാന്ന് കൂട്ടിയാൽ മതി. സസ്യത്തിലാകുമ്പോൾ ഈശ്വരൻ വളരാൻ തുടങ്ങി. മനുഷ്യരിലായപ്പം ഈശ്വരൻ സംസാരിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. എല്ലാത്തിലും ഈശ്വരൻ ഉണ്ട്. അഭിജ്ഞഃ. അഭിജ്ഞഃ പറഞ്ഞാൽ ബോധം, ഉണ്മ എന്നർത്ഥം. എന്താണ് ഉണ്മ? സത്ത്. അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. എന്ത്? നമ്മുടെ നാരായണീയം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. അവബോധം, അതാണെന്ത്? അഭിജ്ഞഃ. ബോധമായും കൊണ്ട് എല്ലാത്തിലും ആരിയ്ക്കുന്നുണ്ട്? ഈ ബ്രഹ്മം, ഈ സത്യം ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്. ഒന്നും കൂടി നന്നായിട്ട് പറഞ്ഞാൽ ആ ബോധത്തിലാണ് എല്ലാം. എന്താണ്? ഈശ്വരൻ എന്നിലിരിക്കല്ല. ഞാൻ എന്ന് പറയണതും ഇരിക്കുന്നത് ഈശ്വരനിലാണ്. ഉരുളിയിൽ ഓടിരിക്കുന്നുണ്ടെന്നാണോ നമ്മൾ പറയുക? എന്താ പറയുക പിന്നെ? ഓടാണ് അടിസ്ഥാനേ. ഓടിലാണ് ഉരുളി ഇരിക്കുന്നത്. ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഓടും ഉരുളിയും വേറെ വേറെ അല്ല. ഓടും ഉരുളിയും ഒന്ന്. ഞാനും ഈശ്വരനൊക്കെ ഈശ്വരനേ ഉള്ളൂ. നമ്മളൊന്ന് മാറ്റി നിർത്തി വിചാരിക്കുകയാണ് ഞാൻ തിരമാല എന്ന് വിചാരിച്ച ദുഃഖം ഉണ്ടാവും ഇല്ലേ? ഞാൻ തിരമാല എന്ന് ഞാൻ സങ്കല്പിച്ചത് വെച്ചാൽ തിരമാല വളരും. തിരമാല ഉണ്ടായി, അപ്പൊ വലിയ സന്തോഷമായി. നമ്മൾ ലഡുവൊക്കെ കൊടുക്കും. തിരമാല ഉണ്ടായി, അത് വളർന്നു വലുതായി. തിരമാല കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചു, തിരമാല മരിച്ചു. അയ്യോ, സങ്കടമായി. തിരമാല എന്ന് വിചാരിച്ചോണ്ടാ. ഞാൻ കടലാണ് എന്ന് വിചാരിച്ചാലോ? അതാണ് സത്യം. പക്ഷെ തിരമാല തെറ്റിദ്ധരിച്ചു. ഇതാണ് നമ്മുടെ കുഴപ്പം. ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചു. അല്ല, ഈ ശരീരത്തിന്റെ പിന്നിലുള്ള മനസ്സാണോ? മനസ്സുമല്ല. അതിന്റെ പിന്നിലൊന്നുണ്ടല്ലോ, ബോധം. അതാണ് ഞാൻ എന്നറിഞ്ഞാലോ പിന്നെ ദുഃഖമില്ല. ആണ് ഇവിടെ പറയണത്. അവിടേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ തൽക്കാലം കേട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്നോരോന്ന് തെളിഞ്ഞു വരും. അഭിജ്ഞഃ സ്വരാട്. ഞാൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. ഈ ബോധം സ്വയം പ്രകാശിക്കും. അതിന് പ്രകാശിക്കാൻ വേറൊന്നിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അറിയാൻ വേറൊന്നിന്റെ ആവശ്യമില്ല. എനിക്കിപ്പോ നിങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? കണ്ണ് വേണം, മൂക്ക് വേണം, വേണ്ടേ? ഇപ്പൊ പുറമെയുള്ള എന്ത് വിഷയം അറിയാൻ എന്ത് വേണം? ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് കണ്ണ് തുറക്കണം. ഞാൻ കണ്ണടച്ചിരിക്കാൻ അറിയാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ കേട്ട് മനസ്സിലാക്കുക. എത്തിയിട്ടുണ്ട്, ബഹളം തുടങ്ങി, എത്തിയിട്ടുണ്ട്, ഓക്കെ. ചെവി കൊണ്ട് മനസ്സിലാക്കുക. ചെവിയും കേൾക്കണില്ല കൂട്ടുക, കണ്ണും കാണില്ല, ചെവിയും കേൾക്കണില്ല. അറിയാൻ പറ്റുമോ? പറ്റും. മുല്ലപ്പൂവൊക്കെ ചൂടി വരാച്ചാൽ മൂക്കുകൊണ്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ തൊട്ട് മനസ്സിലാക്കാം. ഇതൊന്നും അല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. നേരെ മറിച്ച് എനിക്ക് ഞാനുണ്ട് എന്ന് അറിയാൻ കണ്ണ് വേണോ? വെളിച്ചം വേണോ? മൂക്ക് വേണം. തൊട്ട് നോക്കണം. ചുമേനുണ്ടോ അവിടെ? നോക്കട്ടെ. ഉണ്ട്. നോക്കണം. കറണ്ട് പോയി. ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് സംശയമുണ്ടോ? അടുത്തുള്ള ആളുണ്ടോ ചോദിച്ചാൽ സംശയമുണ്ട്, കാരണം കാണുന്നില്ല. താൻ ഉണ്ടോ അവിടെ ചോദിച്ചാൽ നമ്മൾ പറയും ഉണ്ട്. സംശയമുണ്ടോ? എങ്ങനെ അറിഞ്ഞു? അതാ ചോദ്യം. എങ്ങനെ അറിഞ്ഞു? ഞാനുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിഞ്ഞു? പുസ്തകം വായിച്ചറിഞ്ഞതാ? ആണോ? ഒരു കോഴ്സിന് പോയി മനസ്സിലായി, 7 ദിവസം കേട്ടപ്പോൾ മനസ്സിലായി ഞാനുണ്ട് ആണോ? ഗുരുനാഥൻ ഉപദേശിച്ചതാണോ? എങ്ങനെ അറിഞ്ഞു? അതാ ചോദ്യം. ഇത്രേ ചോദ്യമുള്ളൂ. എങ്ങനെ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു? ഏത് പഠിപ്പില്ലാത്ത ആൾക്കും സ്കൂളിൽ പോവാത്ത ആൾക്കും എന്തറിയാം? ഞാനുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ആ അറിവ് എങ്ങനെ ഉണ്ടായി? അഭിജ്ഞാഹ. അതാണ് ഈശ്വരൻ. അതാണ് ബോധം. ഓരോ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുക അഹം അഹം, ഞാനുണ്ട്.
ഉറക്കത്തിലല്ലേ? ഉറക്കത്തിൽ ആള് പോയോ? ഇല്ല. അയാൾ കിടന്നുറങ്ങുകയാണെന്ന് ഉറക്കത്തിൽ ആരുണ്ട്? ബോധത്തിനൊരു കുറവില്ല, അവിടെ ഇരിക്കുന്നുണ്ട് ആനന്ദ സ്വരൂപനായും കൊണ്ട്. അഭിജ്ഞഹ സ്വരാട്, അത് സ്വയം പ്രകാശിക്കുന്നവനാണ്. അതിന് പ്രകാശിക്കാൻ വേറൊന്നിന്റെ ആവശ്യമില്ല. അഭിജ്ഞഹ സ്വരാട് തേനേ ബ്രഹ്മഹൃദ. ഈ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അറിയാം. എളുപ്പമാണ് ശരിക്കും. പക്ഷെ നമ്മളിപ്പോ വേറെ കുറെ എണ്ണം മനസ്സിലാക്കി വെച്ചോണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ഇത് മനസ്സിലാക്കി ചില ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മൾ സ്കൂളിൽ പോയിട്ട് കുറെ കാര്യം അങ്ങനെ പഠിച്ചു വെച്ചത് കൊണ്ട് അതിന് ചേരാത്തൊരു വിദ്യ ഇവിടെ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണ്. ആദ്യം ഇത് കേട്ടിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാര് കുട്ടികളൊക്കെ കേൾക്കണ്ടേ, അവർ ഭാഗ്യവാന്മാർ. അത്രേ പറയാനുള്ളൂ. തേനെ ബ്രഹ്മഹൃദ. പണ്ട് ബ്രഹ്മാവ് പോലും ഈ തത്വം മനസ്സിലാക്കാതെ ക്ലേശിച്ചു. മുഹ്യന്തി ആണ്. യത് സൂരയാഹ, വലിയ വലിയ വിവരമുള്ളവർ പോലും ഈ തത്വം അറിയാൻ ക്ലേശിക്കുന്നുണ്ട്. കാരണം വിവരം കൊണ്ട് കിട്ടുന്നതല്ല, ബുദ്ധി കൊണ്ട് കിട്ടുന്നതല്ല. ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പണം ഉണ്ടാക്കാൻ പറ്റും ബുദ്ധി കൊണ്ട്, പദവി നേടാം. ഈശ്വരനെ കിട്ടുമോ? സമാധാനം കിട്ടുമോ? ബുദ്ധി വേണമെന്നില്ല സമാധാനത്തിന്. ബുദ്ധി ഉണ്ടെങ്കിൽ പ്രയാസ. എല്ലാം അറിയാൻ സാധിക്കെങ്കിൽ വിഷമം ഉണ്ടാവുക. എനിക്കിപ്പോ നിങ്ങളുടെ മനസ്സറിയാനുള്ള അത്രയ്ക്കും ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ദുഃഖാണോ സുഖാണോ എന്താ ഉണ്ടാവുക? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സറിയാനുള്ള ബുദ്ധി ഉണ്ട് വിചാരിക്കുക, എന്താ ഉണ്ടാവുക? മതി, ഇത്രയും വേണ്ടു. ഉത്തരമൊന്നും പറയണ്ട, മനസ്സിലാക്കിയാൽ മതി. ശരിക്കും ലോകത്ത് ബുദ്ധി ഇല്ലാത്തവരാണ് സമാധാനമായിട്ടിരിക്കുന്നത്. അതാണ് സത്യം. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്തില്ല, വലിയ ദുഃഖമൊന്നുമില്ല. മറ്റുള്ളവർ വഞ്ചിച്ചാൽ പോലും അറിയാത്തവരുണ്ട്. എന്താണ് പറ്റിച്ചത്? അറിഞ്ഞില്ല. ആര് പറഞ്ഞെടുത്താലേക്ക് മനസ്സിലാവൂല. എന്ത് സുഖം. നമ്മൾ പറ്റിക്കാൻ പുറപ്പെടുമ്പോഴേക്ക് നമ്മൾ അറിയാണ് ബുദ്ധിയുള്ളതുകൊണ്ടാ. ബുദ്ധി വേണ്ട. മുഹ്യൻ ദിയത്ത് സൂരയാഹ. വലിയ വലിയ ബുദ്ധിയുള്ളവർ പോലും ഇവിടെ അങ്ങനെ ക്ലേശിക്കുകയാണ്, തത്വം അറിയാതെ, ശാന്തി ലഭിക്കാതെ. പണ്ട് സൃഷ്ടിയുടെ ആദ്യത്തിൽ ആദികവിയാകുന്ന ബ്രഹ്മാവും ക്ലേശിച്ചു. ആര്? ആദികവയെ മുഹ്യ. അതാ ആദികവി. ആരാ ആദികവി? ആരാ? ബ്രഹ്മാവാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? നാളല്ലേ പുരാണ ക്വിസിൽ ചോദിച്ചപ്പോ നമ്മൾ വാൽമീകി എഴുതിയിട്ട് മാർക്ക് കിട്ടിയല്ലോ, അത് വേറെ. അത് മത്സരിക്കാൻ പോകുമ്പോ അങ്ങനെ എഴുതിക്കോളൂ. നമ്മൾ മത്സരിക്കണ്ട എന്നുള്ള വിഷയമാണ് പറയുന്നത്. എന്ത് മത്സരം? ആരോട് മത്സരിക്കാൻ? എന്ത് നേടാൻ? എന്ത് സമ്മാനം കിട്ടാനാ? എന്നിട്ട് അതിന്റെ ഒരു അഭിമാനം, ഞാൻ ഫസ്റ്റ് വാങ്ങി, മറ്റുള്ളവരൊക്കെ മോശക്കാർ. എന്തിനത്? അങ്ങനെ മത്സരിക്കേണ്ട വിഷയമല്ല. എന്നിട്ട് പറയും ഹെൽത്തി കോമ്പറ്റീഷൻ. എന്ത്? അങ്ങനെ സംഗതി ഇല്ല. മത്സരം ഉണ്ടോ അത് ശാന്തി നഷ്ടപ്പെടുത്തും. അത് ഏത് മേഖലയിലാണെങ്കിലും, സപ്താഹ മേഖലയിലാണെങ്കിലും, ഈ വായിക്കുന്ന മേഖലയിലാണെങ്കിലും, പാരായണം ചെയ്യുമ്പോൾ അവരെക്കാൾ നന്നായി ഞാൻ പാരായണം ചെയ്യും. വേറൊരു അഹന്ത. എന്തു ചെയ്യും? കാര്യമുണ്ടോ? പാരായണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോ. എന്താ അഭിപ്രായം? നല്ല കാര്യം, നല്ല കാര്യം. പാരായണം ചെയ്തോളൂ, മത്സരം വേണ്ട. പാരായണ സമർപ്പണം ആയിക്കോട്ടെ, ഭഗവാന് സമർപ്പിക്കുക എല്ലാവരും വായി. അതല്ലാതെ അതിലൊരു മത്സരം, അതിലൊരു സമ്മാനം കൊടുക്കുക, ഇതൊക്കെ ആരെങ്കിലും സമ്മാനം കൊടുക്കാനൊക്കെ ആരാ? എന്താ ഇതിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ ഇതിന്റെ മാനദണ്ഡം? എന്ത് നോക്കിയിട്ടാ? നിർമത്സരാണാം സതാം വേദ്യം. മത്സരബുദ്ധി ഇല്ലാത്തവർക്ക് മാത്രം മനസ്സിലാവുന്നത് ഏത്? ഈശ്വരനെ പറ്റിയാ പറഞ്ഞത്. മത്സരിക്കാൻ ഞാനില്ല, എനിക്കൊരു മത്സരവും വേണ്ട, എനിക്ക് എവിടെ എത്തണ്ട, എനിക്ക് ഭഗവാനെ കിട്ടിയാൽ മതി, ശാന്തി സമാധാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് പുരാണ ക്വിസിലൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതിക്കോളൂ ആദികവി വാൽമീകി എഴുതിയാലേ മറ്റേ ട്രോഫി കിട്ടുള്ളൂ. ട്രോഫി ഒന്നും വേണ്ട ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ ആദികവി ആരാ? ബ്രഹ്മാവ്. ആ ചോദ്യം വരും, ആദികാവ്യം രാമായണല്ലേ? അങ്ങനെയൊക്കെയാണ് ലോകത്തിൽ പറയാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആദികാവ്യം രാമായണമല്ല. പിന്നെ എന്താ? ബ്രഹ്മാവ് രചിച്ച ആദികാവ്യം, അതാണ് ആദ്യത്തെ കാവ്യം. ഏതാത്? കണ്ണു തുറന്ന് നോക്കൂ. കാണുന്ന പ്രപഞ്ചം ആകുന്ന മഹാകാവ്യം രചിച്ചതാരാ? ഈ കാവ്യം ഉണ്ടാക്കിയത് ബ്രഹ്മാവായതുകൊണ്ട് ബ്രഹ്മാവാണ് ആദ്യത്തെ കവി. അതുകൊണ്ട് ഭാഗവതത്തിൽ ഇവിടെ ആദികവി പറഞ്ഞത് ആരെയാണ്? ബ്രഹ്മാവിനെയാണ്. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യതസൂരയ. ആദികവി ആയിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആദ്യത്തിൽ കുറച്ച് ക്ലേശിച്ചു, കാര്യം മനസ്സിലാവാണ്ടേ ഒന്ന് പരിഭ്രമിച്ചു. ആ സമയത്ത് ഭഗവാൻ ഹൃദയം കൊണ്ട് ബോധിപ്പിച്ചു ഈ തത്വം. വാക്കൊന്നും ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ് കഷ്ടപ്പെടുകയാണ്. വാക്കിന്റെ ഒന്നും ആവശ്യമില്ല. ചിലരുടെ സാന്നിധ്യത്തിൽ കാര്യം തെളിയും. ശാന്തി. ചില മുദ്ര മതി. ദക്ഷിണാമൂർത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ചിന്മുദ്രയിൽ പുഞ്ചിരിച്ചിരിക്കും. ശിഷ്യന്മാരുടെ സംശയമൊക്കെ തീർന്നു. ഹൃദയം കൊണ്ട് ഉപദേശിക്കുക, ഭാഷ ഒന്നും ആവശ്യമില്ല. നമ്മളും അങ്ങനെ പതിവുണ്ടല്ലോ. ചില
നാട്യം കൊണ്ട് തന്നെ കാര്യം ബോധിപ്പിക്കാറില്ലേ? പറയണം നിർബന്ധമുണ്ടോ? കുറെ കാലത്തെ ബന്ധം കൊണ്ടൊന്ന് പുരികം വളച്ചാൽ അർത്ഥം മനസ്സിലാവും ഇല്ലേ? മതി, നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഹൃദയ ആദി കവയെ ഹൃദയം കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ കൃപ കൊണ്ട് ഉപദേശിച്ചു. നേരെയാവട്ടെ എന്നുള്ള ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവിന് തത്വം ബോധ്യമായി. നമുക്കത് ബോധ്യമാവണം. നമ്മൾ ക്ലേശിക്കണത് എങ്ങനെയാണെന്നത് പറഞ്ഞിരിക്കുക അടുത്ത വരി. തേജോവാരി മൃത. തേജസ് കണ്ട് വാരി എന്ന് വിചാരിക്കുക. തേജസ് പറഞ്ഞ തീയ കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? പൊള്ളില്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. തീയ കണ്ടിട്ട് വെള്ളം എന്ന് വിചാരിക്കുക. വെയിലത്ത് നമ്മൾ പോയാൽ റോഡ് മേൽ എന്ത് കാണാം? വെള്ളം ഉള്ളതുപോലെ തോന്നും. അതിനാണ് മരുമരീചിക എന്ന് പറയും. വാസ്തവത്തിൽ വെള്ളം ഉണ്ടോ? ബക്കറ്റും പാട്ടിയിട്ട് പോയാൽ വെള്ളം കിട്ടും? ഇല്ല, തോന്നിയതാണേ. അത് വെയിലടിക്കുമ്പോൾ തോന്നുകയാണ്. പക്ഷെ വെള്ളം പോലെ തോന്നി. എന്ത് കണ്ടിട്ട്? വെയിൽ കണ്ടിട്ട്, ആ ചൂട് കണ്ടിട്ട് വെള്ളം പോലെ തോന്നി, അഗ്നി കണ്ടിട്ട് വെള്ളം പോലെ തോന്നി. ഇതന്നെയാ പ്രശ്നം. ഇവിടെ ഉള്ളത് ഈശ്വരനാണ്. പക്ഷെ നമുക്ക് എന്ത് തോന്നുന്നു? പ്രപഞ്ചമായിട്ട് തോന്നുന്നു. അല്ല, ഉള്ളതാരാ? ഈശ്വരനാണ്. വേണ്ടത്ര വെളിച്ചമില്ലെങ്കിൽ ഒരു മുല്ലമാല വീണ് കിടക്കുക. പക്ഷെ വെളിച്ചമില്ലാത്തോണ്ട് എന്ത് തോന്നി? അത് പാമ്പായിട്ട് തോന്നി. മൂർഖനാ, ഞാൻ കണ്ടില്ല, പോവാണ്ടിരിക്കുക ഇവിടെ തന്നെ. പിന്നിലുള്ള ആള് പറഞ്ഞു നോക്കാൻ നോക്കി, ടോർച്ച് ഉണ്ടല്ലോ പറഞ്ഞു. മെല്ലെ ടോർച്ച് അടിച്ചു. ഇയാളെ കയ്യൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി മെല്ലെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താ കഥ? തൊട്ട് മുമ്പിൽ പോയ ഒരു അമ്മയുടെ തലേന്ന് കൊണ്ട മുല്ലമാലയാണ്. നല്ല സുഗന്ധവും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സുഗന്ധമുള്ള മുല്ലമാല കണ്ട് മറ്റാള് പേടിച്ചു. എന്തുകൊണ്ട് പേടിച്ചു? ടോർച്ചില്ലാത്തോണ്ട് പേടിച്ചു. ടോർച്ചാണ് ഭാഗവതം. ഇന്നലെ വരെ നമ്മൾ പേടിച്ചു എന്ന് കണ്ടിട്ട്, ഈ പ്രപഞ്ചം കണ്ടിട്ട് കൊത്തുന്ന പാമ്പാ കരുതിയിരിക്കുന്നു. ഈ ഭാഗവതം വാങ്ങുന്ന ടോർച്ച കണ്ടടിക്കുമ്പം 7-ാം ദിവസം ഭാഗവതം കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇതാരാണ്? സച്ചിദാനന്ദരൂപായ. ഇത് ഈശ്വരനല്ലേ? ആനന്ദ സ്വരൂപനല്ലേ? ഈ ഭഗവാനെയാണോ ഞാൻ പേടിച്ചത് ഇത്രയും കാലം? പ്രപഞ്ചമായിട്ട് കണ്ടാൽ പേടിക്കേണ്ടി വരും. ഈശ്വരനായിട്ട് കണ്ടാൽ ആനന്ദമായിട്ടിരിക്കാം. രണ്ടായാലും കാണുന്നുണ്ട്, അറിഞ്ഞ് കണ്ട ദുഃഖമില്ല. അത്രേ പറയണുള്ളൂ. നമ്മളും കാണുന്നുണ്ട് ഭഗവാനെ, ഈ പ്രപഞ്ചത്തെ. അല്ലാത്തവരും കാണുന്നുണ്ട്. പക്ഷെ ഈശ്വരനായിട്ട് കണ്ടാൽ ദുഃഖം നീങ്ങും. ഈശ്വരനല്ലാതെ കണ്ടാൽ സുഖവും ദുഃഖവും ഒക്കെ മാറിക്കൊണ്ട് അനുഭവിക്കാം. കുറച്ച് സുഖവും കൂടുതൽ ദുഃഖമായിരിക്കും. എന്താണ്? അതാ പ്രശ്നം. അതാ കുഴപ്പം. അധ്വാനം കുറെ. അതാണ് നാറാണത്തൂർ അന്തം പഠിപ്പിക്കണതേ. രാവിലെ തുടങ്ങും ഉന്തി കയറ്റാൻ, മുകളിലേക്ക് കല്ല്. വൈകുന്നേരം ആയാൽ താഴത്തേക്ക് ഇടാൻ 2 മിനിറ്റേ വേണ്ടു. അത് താഴത്ത് പോയിട്ട് ആ കുളത്തിൽ വീഴുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അടുത്ത് വന്ന് പലരും ചോദിച്ചു എന്നാണ്, എന്തും നേടിയപ്പത് കൊണ്ട്. ആ താഴത്തേക്ക് വീഴുമ്പോൾ ഒരു സുഖമല്ലേ? താഴത്തേക്ക് വീഴുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ആകെ 2 മിനിറ്റല്ലേ ഉള്ളൂ. ഇത് കയറ്റി രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരം വരെ ഉന്തി കയറ്റാൻ എത്ര വേറെക്കണം, എത്ര കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എന്താ ചെയ്യണത്? നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണത്? കുറെ കഷ്ടപ്പെടുക. ജീവിതത്തിൽ ഇപ്പൊ എത്ര സുഖം അനുഭവിച്ചു? എത്ര അനുഭവിച്ചു? പ്രായമുള്ളവർ പറയും, കുറെ കാലം ജീവിക്കണോ? സുഖമുള്ള സന്ദർഭം ചോദിച്ചാൽ എത്ര എണ്ണം പറയാനുണ്ടാവും? ഇല്ല. ഉണ്ടോ? ഈ അടുത്തൊന്നും ഇപ്പം 2024 ഉണ്ടായില്ല. 23 ഇല്ല. അതിനെ ഇല്ല. അതന്നെ ദുഃഖമുള്ളത് ഇന്നലെയും കൂടി. ഇപ്പം കൂടുതലും ദുഃഖം, കുറച്ച് സുഖം. സാമ്പാർ വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ട്, കഴിക്കാൻ ആ സുഖം 2 മിനിറ്റേ ഉള്ളൂ. ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എത്ര ഉണ്ട്? ലോകത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഈശ്വരനെ അറിഞ്ഞാൽ ദുഃഖത്തിന് പിന്നെ എന്തില്ല? ദുഃഖം പോയി. ഇന്നലെ വരെ ദുഃഖം ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കൂ ദുഃഖത്തെ കാണുന്നില്ല. കുറെ അന്വേഷിച്ചു, ദുഃഖം എവിടെ പോയി? അത്ര ഉണർന്ന മാതിരി. ദുസ്വപ്നം കണ്ടു, ഉണർന്നപ്പോഴോ സ്വപ്നം നടന്ന പിന്നെ വിഷമമുണ്ടോ? സ്വപ്നായിരുന്നു അല്ലേ, പേടിച്ചു. സ്വപ്നായിരുന്നേ. ആ ഒരു സന്തോഷം. അജ്ഞാനം നീങ്ങ. അതാ പറഞ്ഞത്, തേജോവാരി തീ കണ്ട് വെള്ളം എന്ന് വിചാരിച്ചിട്ടുള്ള ഭ്രമം വാസ്തവം പറഞ്ഞാൽ നീങ്ങണത് പോലെ. വെള്ളം കണ്ട് കല്ല വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ തീർത്തും വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷെ അങ്ങനെ തോന്നും, അങ്ങനെ തോന്നാറുണ്ട്. ചേമ്പിന്റെ ഇലയുടെ മുകളിൽ വെള്ളം വീണു, കണ്ടപ്പോൾ എന്ത് തോന്നി? മുത്തായിട്ട് തോന്നി. നല്ല മുത്ത്. അല്ല, അത് വെള്ളമാണ്. ഇങ്ങനെ തോന്നാറില്ലേ? ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ ക്ലേശിക്കുന്നത്. ഉള്ള ഈശ്വരനെ നമ്മൾ ഇല്ലാത്ത പ്രപഞ്ചമായിട്ട് കണ്ട് വിഷമിക്കുകയാണ്. അത് മാറ്റൂ. ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും ശത്രുവായിട്ടും മിത്രമായിട്ടും ഒക്കെ ഇരിക്കുന്നത് ആരാ? ഒക്കെ ഈ പരമമായ സത്യമാണ്, ഭഗവാനാണ്. ഇങ്ങനെ പലതായിട്ട് നമുക്ക് തോന്നിയിട്ട് നമുക്ക് രാഗവും ദ്വേഷവും ഉണ്ടാവാൻ കാരണം അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ നീക്കിയാൽ പിന്നെന്ത് തെളിയും? സത്യം പരമമായ സത്യം പ്രകാശിക്കും. നമ്മൾ എന്തേ വേണ്ടു? അജ്ഞാനത്തെ
ഇല്ലാണ്ടിയാക്കുക വേണ്ടു. എങ്ങനെ ഇല്ലാണ്ടിയാക്കണം? സ്വേനധാംന, തന്റെ ഇടം കൊണ്ട്. അതിനാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ല, ഞാൻ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോകില്ല. ഈ 7 ദിവസം ഞാൻ ഇരുന്ന് കേൾക്കും, ഞാനതിന് അർഹന, ഇരുന്ന് കേൾക്കണം. ഇതാണ് എന്ത്? ഇച്ഛ. ഈ ഇച്ഛ കൊണ്ട് എന്ത് ഇല്ലാണ്ടിയാക്കാൻ സാധിക്കും? ദുഃഖം ഇല്ലാണ്ടിയാക്കാൻ, മായ നീക്കാൻ, അജ്ഞാനം ഇല്ലാണ്ടിയാക്കാൻ സാധിക്കും. അപ്പൊ ആര് തെളിയും? പരം സത്യം, പരമമായ സത്യം അത് തെളിഞ്ഞ് പ്രകാശിക്കും. നമ്മളൊക്കെ അതുകൊണ്ട് എന്ത് വേണം? ധീമഹി, ധ്യാനിക്കണം. ആരെ ധ്യാനിക്കണം? വിഷയവിചാരം നിർത്തുക, ലൗകിക വിഷയങ്ങളെ ധ്യാനിക്കണം, നിർത്തുക. ഇനി മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? സത്യം, പരമമായ സത്യത്തെ. അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. സത്യം എന്നതു ബ്രഹ്മമതു തന്നെ. സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ഇപ്പൊ അങ്ങനെ പറയുന്നത് കുറച്ചു കഴിഞ്ഞാൽ കൃഷ്ണാവതാരത്തുമ്പോൾ എന്ത് പറയും? ഈ സത്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? സത്യം വ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. അവിടെ ആ സത്യത്തെ കൃഷ്ണൻ എന്ന് പേരിടും. ഇപ്പൊ സത്യം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആർക്കും ആക്ഷേപം ഉണ്ടാവില്ല. സത്യത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. നേരെ മറിച്ച് ശിവനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാർക്ക് ഇഷ്ടമായിക്കോളുന്നില്ല. വിഷ്ണുവിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാലോ ശൈവന്മാർക്ക് ഇഷ്ടമായിക്കോളുന്നില്ല. ഭഗവതിയെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമായിക്കോളുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞാലും മറ്റു മതസ്ഥർക്ക് ഇഷ്ടമായിക്കോളുന്നില്ല. നേരെ മറിച്ച് സത്യത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും, ഒരു മതക്കാർക്കും എതിർപ്പില്ല. കാരണം ഗോഡ് ഈസ് ട്രൂത്ത്. അത് ഖുറാൻ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും അങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പൊ ആർക്കും എന്തില്ല? ഇത് മനുഷ്യരാശിക്കുള്ളതാണ് അർത്ഥം. സമാധാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്ത് വേണം? ഈ ഗ്രന്ഥം ഇല്ലാണ്ട് നിവൃത്തില്ല. ഈ ശാസ്ത്രം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമല്ല, മനുഷ്യരാശിക്ക്, ദുഃഖിക്കുന്നവർക്ക് മുഴുവൻ ആശ്വാസമായത് കൊണ്ടാണ് ഈ ഭാഗവതം എന്ന് കാണിക്കാനാണ്. പരം സത്യം, താൽക്കാലിക സത്യത്തെ അല്ല. ഇന്നുണ്ടായി നാളെ ഇല്ലാണ്ടാവണ സത്യത്തെ ധ്യാനിക്കണ്ട, ദുഃഖം ഉണ്ടാവും. നാളെ പോകുന്നതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നാളെ പോകുമ്പോൾ ഉണ്ടാവും. നാളെ നശിക്കുന്നതിൽ ആസക്തി വെച്ചാൽ അത് പോകുമ്പം ദുഃഖം ഉണ്ടാവില്ലേ? ഇല്ലേ? ഉണ്ടാവില്ല. മൊബൈൽ വാങ്ങി 50,000 റുപ്യ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണു. പിന്നെ കയ്യിൽ നിന്ന് വീണാലും ഇപ്പൊ നന്നാക്കാൻ പറ്റും. കുളത്തിൽ വീണു, എന്ത് ചെയ്യും? അതിൽ ആസക്തി വെച്ചോണ്ടല്ലേ ദുഃഖം. അത്രയേ ഉള്ളൂ. അപ്പൊ ആസക്തി ഒഴിവാക്കുക, അതാണ് മുഖ്യം. അത് നശിക്കുന്നതാണ്. അതൊക്കെ നശിക്കുന്നത്. നശിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് ഈശ്വരൻ. ആ ഈശ്വരനിൽ ബുദ്ധി വെച്ചാൽ പിന്നെന്തില്ല, പിന്നെ നശിക്കുന്നത് കണ്ട് ദുഃഖിക്കില്ല. മറ്റുള്ളതൊക്കെ നശിക്കുന്നത് ആദ്യം അറിഞ്ഞു, അതൊക്കെ ഇല്ലാണ്ടാവും. ഇല്ലാതെയാവാത്ത ഒന്ന്, അത് സത്യം മാത്രമാണ്. അത് ഒരു കാലത്തും നശിക്കില്ല. അതാണ് ഞാൻ. അതിനെയാണ് ഞാൻ എപ്പോഴും ധ്യാനിക്കേണ്ടത്. സത്യം പരം ധീമഹി. ഭാഗവതത്തിലെ വിഷയം സത്യം. എന്താണ്? അരമണിക്കൂർ പറഞ്ഞതിന്റെ സാരം എന്താണ്? ഭാഗവതത്തിലെ വിഷയം എന്താ? ആരെങ്കിലും ചോദിക്കും ചിലപ്പോൾ, ഭാഗവതത്തിലെ വിഷയം എന്താ ചോദിക്കും. അപ്പൊ നമ്മള് എന്താ പറയാ? കൃഷ്ണനാണോ, ഇതല്ല ശിവനാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം സത്യം പരം ധീമഹി, പരമമായ സത്യമാണ് ഭാഗവതത്തിലെ വിഷയം. ആ സത്യത്തിന് പിന്നെ കൃഷ്ണന്റെ പേരിടുന്നു, അത്രയേ ഉള്ളൂ. സത്യസാക്ഷാത്കാരം, ഇതിനാണ് നമ്മളിവിടെ ജനിച്ചത്. സത്യത്തെ അറിയുക, സന്തോഷമായിട്ടിരിക്കുക. അതിനുള്ള വഴി എന്താ? അതാണ് അടുത്ത ശ്ലോകം. നമുക്ക് ഇവിടെ നിർത്തി 9 മണിക്ക് ശേഷം പാരായണം, ഒരു 10 മണിക്ക് ശേഷം പ്രഭാഷണം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഒരു വരിയായിട്ട് വരിക, ത്രിമധുരം പ്രസാദം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുക.